ഒരു ഒരു ഗാന്ധി സ്ഥാപനം എന്നുള്ള നിലയിൽ ഖാദി പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക എന്നുള്ളത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഖാദി ജീവിതമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഏറ്റവും എളുപ്പം നടന്നെടുക്കാൻ സഹായിച്ചത്. ഏറ്റവും ഫലപ്രദമായ ഒരു കൊട്ടേഷൻ നമ്മൾ എല്ലാവരുടെയും വായിക്കും. അത് ഒരു സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗാന്ധിയൻ എക്കണോമിക്സിന്റെ ഒരു പ്രായോഗിക രൂപം എന്നുള്ള നിലയിലൊക്കെയാണ് ഇതിനെ പലരും പല രീതിയിൽ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണെങ്കിലും ഖാദി കമ്മീഷൻ അതിന്റെ പരിമിതമായ അളവിലാണെങ്കിൽ പോലും അത് തുടർന്നു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ്. അതിന്റെ പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം കഴിഞ്ഞപ്പോൾ ഖാദി എന്ന് പറയുന്ന ആ സങ്കല്പത്തെ തന്നെ ഉപേക്ഷിച്ച മട്ടാണ് നമ്മുടെ നാട്ടിലുള്ള. അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ ഇന്നിപ്പോ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ബ്രൂവറി കൊണ്ടുവരണം എന്ന് ഭരണാധികാരികൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ഈ പറയുന്ന സ്വദേശി സങ്കല്പത്തിന് വിരുദ്ധമായ കാര്യമാണ്. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ 25 വർഷത്തിന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തെക്കുറിച്ച് ചിന്തിക്കാത്തതിന്റെ ലക്ഷണമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരനും അന്തസ്സോടുകൂടി ജീവിക്കാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഖാദി മൂവ്മെന്റ് ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരും നാളുകളിൽ നമ്മൾ കോർപ്പറേറ്റുകളുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ അടുത്തറിയാനും മനസ്സിലാക്കാനും രാഷ്ട്രീയമായി ഒരു തിരിച്ചറിവുണ്ടാവാനും ഖാദി പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഖാദി കമ്മീഷന്റെ പ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ വളരെയധികം സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രാമചന്ദ്രൻ. ഞാൻ ഖാദി ആൻഡ് വില്ലേജ് ജസ്റ്റിസ് കമ്മീഷനിലെ നടപ്പറയിലുള്ള ട്രെയിനിങ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഓരോ വർഷവും ട്രെയിനിങ്ങുകൾ ഇതിനെ നടത്താറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഹരിത ഈ ഡെവലപ്മെന്റ് സൊസൈറ്റി ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചു എന്താണെന്ന് വെച്ചാല് വളരെയധികം ഇൻപുട്ടുള്ള, അതായത് വളരെയധികം ട്രെയിനിങ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ആസ്പെക്ട്സിലും സപ്പോസ് ഇപ്പം ഇതിന്റെ അതായത് ഇപ്പം സോപ്പിന്റെ ആവട്ടെ, മസാല ആവട്ടെ, വെജിറ്റബിൾ പ്രോസസ്സിങ്, അങ്ങനെ പല മേഖലകളിലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണ് ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുവരെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളുമായിട്ട് ടൈപ്പ് ആയിരുന്നില്ല. അപ്പം ഇതിന്റെ ഒരു അവസാനം, ഈ വർഷത്തിന്റെ അവസാനമാണ് നമുക്കിത് പരിചയപ്പെടാനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാൻ കഴിയാനും നമ്മൾ സംവാദിക്കാനും ഈ ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ചൊക്കെ പറയാനും കഴിഞ്ഞത്. അപ്പൊ ഈ വർഷം ഭാഗ്യവശാൽ ഇപ്പൊ ഫൈനാൻഷ്യൽ 25-26 തുടങ്ങുകയാണ്. അപ്പൊ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പല മേഖലകളിലും, നമ്മളിപ്പോൾ ഖാദി കമ്മീഷന്റെ ഓഫീസ് തൃശ്ശൂരാണെങ്കിലും എല്ലാ ആൾക്കാർക്കും അവിടെ വന്ന് ട്രെയിനിങ് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പം പാലക്കാട് കിടക്കുന്ന നമ്മൾ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന നമ്മളിവിടെ അവിടെ ചെന്ന് പരിശീലനം നേടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഓരോരോ PTA ഓരോരോ സ്ഥലത്ത്, ഇവിടെ ആവട്ടെ, സപ്പോസ് ഇനി വേറെ കൊല്ലംകോടാണെങ്കിൽ അവിടെ, വേറെ മുണ്ടൂരാണെങ്കിൽ ആ ഭാഗത്ത്, അങ്ങനെ കോഴിക്കോട്, അങ്ങനെ ഈ കേരളത്തിന്റെ പല ഭാഗത്തും PTA എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനിങ് അസോസിയേഷൻ എന്നാണ് അതിന് പറയുക. അപ്പൊ അവരിലൂടെ ഈ എല്ലാ കോഴ്സുകളും അവിടുത്തെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ തന്നെ ഖാദി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് ഇത്. കാരണം നമ്മളിപ്പം വലിയ വലിയ ട്രെയിനിങ്ങുകളും ഹൈ ടെക്നോളജി ട്രെയിനിങ്ങുകളിലേക്ക് പോകുന്നതിനേക്കാളും വീട്ടിലിരിക്കും നമ്മൾ ചെറിയ ട്രഡീഷണൽ ട്രെയിനിങ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിലിരിക്കുന്ന അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം, അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള ആൾക്കാർ ജോലിക്കായി പോയതിനു ശേഷം വെറുതെ ഇരിക്കുന്ന സമയം ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിലൂടെ കാലത്ത് 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ട്രെയിനിങ്ങിന്റെ സമയം. ഒരാഴ്ച കൊണ്ട് 5 ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് പഠിച്ചെടുക്കാൻ കഴിയും, ഒരു ചെറിയ നോമിനൽ ഫീല്. അപ്പൊ അങ്ങനെ പഠിച്ചെടുത്തിട്ട് അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വരെ നമുക്ക് ഇതിലൂടെ നമുക്ക് കൊണ്ട് നടത്താൻ കഴിയും. അങ്ങനെ ഒരു പൊസിഷനിലാണ് ഈ ട്രെയിനിങ് നമ്മൾ തരുന്നതും ആ ഒരു സ്റ്റാറ്റസിലാണ് എത്തിക്കുന്നത്. അല്ല, അവരുടെ വീട്ടിലിരുന്ന് തന്നെ അറ്റ്ലീസ്റ്റ് അവരുടെ കുടുംബത്തിന് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇവിടെ നമ്മൾ സോപ്പ് ബേസിന്റെ ട്രെയിനിങ് ആണ് കഴിഞ്ഞത്. അപ്പൊ ആ ഒരു ലിക്വിഡും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അവരും അവരുടെ കുടുംബത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലെങ്കിലും അവർക്കൊരു മുൻപരിചയം ഈ ട്രേഡിൽ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത് തന്നെ. കാരണം നമ്മളിപ്പോ ഈ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഗാന്ധിയൻ
ഈ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതാത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മറ്റു നഗരപ്രദേശങ്ങളിലേക്ക് ഈ ഒരു പലായനം ഒഴിവാക്കുക എന്നുള്ളതാണ് അദ്ദേഹം കണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടിയാലേ അവരവിടെ നിൽക്കുള്ളൂ. അപ്പൊ അത് നഗരപ്രദേശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. അവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അതിന് മിതമായ വേതനം, അതിന് തക്കതായ വേതനവും മറ്റും കിട്ടിക്കൊണ്ട് നമ്മുടെ കുടുംബം പറ്റാനുള്ള ലൈവ്ലിഹുഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ. ആ ഒരു ഉദ്ദേശം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ഖാദി കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊരു ട്രെയിനിങ്ങിലേക്ക് വന്ന നിങ്ങൾ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കാരണം മാർച്ച് അവസാന ഈ സമയത്ത് പെട്ടെന്ന് പറഞ്ഞതും ഇവര് ഈ അടുത്ത സാറ് തന്നെ ആർമൻ സാറ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാം കണ്ടെത്തി ഗ്രൂപ്പ് ഉണ്ടാക്കി, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് നിങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് ഈ ട്രെയിനിലേക്ക് കൊണ്ടുപോകും. കാരണം നമുക്ക് ആ ഒരു ഇതിൽ കൂടുതലായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. അതും അദ്ദേഹത്തിനോട് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതില്. അപ്പൊ ഇനി ഇതുപോലുള്ള ട്രെയിനിങ്, ഷോർട്ട് ടൈം ട്രെയിനിങ്സ് ഞങ്ങൾ ഈ ഹരിവേദ വഴി തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഭാവിയിലും നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ഈ ട്രെയിനിങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ട്രേഡിലോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേ വീട്ടിനടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർക്കോ തന്നെ ഈ ട്രെയിനിങ് ചേർന്ന് പങ്കെടുത്ത് എന്തെങ്കിലും ഒരു ട്രേഡില് നൈപുണ്യം നേടിയെടുക്കാൻ കഴിയും. അപ്പൊ ആ ഒരു തരത്തിൽ കൂടെ ഈ ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഈ സംവാദവും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. സർട്ടിഫിക്കറ്റിന്റെ കാര്യം, ഫീസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഇവിടുത്തെ പ്രിൻസിപ്പാളും ഞങ്ങളുടെ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഡയറക്ടറാണ് ഒപ്പിടുക. അപ്പോൾ പ്രിൻസിപ്പാൾ നെക്സ്റ്റ് അടുത്ത ആഴ്ച തന്നെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം എഴുതി അങ്ങോട്ടേക്ക് ഒപ്പിടാനായിരിക്കും. അതിന് തിരിച്ചു കിട്ടുന്ന കാലതാമസം മാക്സിമം 1 മാസം, അതിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. അല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെ ആയതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് 1-2 പ്രാവശ്യം പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ കിട്ടിയല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് സർട്ടിഫിക്കറ്റ് കിട്ടി വിവരം അറിയിക്കും. അപ്പൊ അന്നേരം നിങ്ങൾ സാറിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, സാറ് കളക്ട് ചെയ്യാം. അല്ല, പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോ വീട്ടിൽ ദൂരമാണെന്നൊക്കെ വെച്ചാൽ ഒരു അഡ്രസ് തരികയാണെങ്കിൽ അവിടെ രജിസ്റ്റർ പോസ്റ്റ് ആയിട്ടും അയച്ചേക്കാം. ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഞങ്ങളുടെ തന്നെ സ്കീമുണ്ട്, ഈ PMEGP എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഈ PMEGP സ്കീം എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും നമ്മളിപ്പോ പഠിച്ച ട്രേഡില് എന്തെങ്കിലും ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് ബാങ്കും ഖാദി കമ്മീഷനോട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈ സ്കീമില് ഒരു യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ പ്രൊജക്ടിന്റെ 35% വരെ സബ്സിഡി ആയിട്ട് ലഭിക്കും. 1 ലക്ഷം രൂപയുടെ നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ 35,000 വരെ സബ്സിഡി ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള സ്കീമും കാര്യങ്ങൾക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് മുൻഗണന ഉണ്ടാവും. ഇപ്പൊ അതിൽ തന്നെ ഒരു EDP എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ആ EDP ട്രെയിനിങ്ങിന് പോകാൻ ഈ സർട്ടിഫിക്കറ്റ് ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇത് 5 ദിവസം കൊണ്ട് അത് പറ്റില്ല. കാരണം 10 ദിവസത്തെ ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിരുന്നാലും ആ ഒരു നമുക്ക് ആ വായ്പ ലഭിക്കുന്നതിനും ആ സ്കീമിൽ അംഗമാവുന്നതിനും ഈ സർട്ടിഫിക്കറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഈ ട്രേഡിൽ കഴിഞ്ഞിട്ട് ഉള്ളവർക്ക്, മറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് നമ്മൾ പരിഗണിക്കുന്നു. അല്ല, ഇതിന് പുറത്ത് ട്രെയിനിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ലോൺ എടുത്ത് ഏതൊരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ട്രെയിനിങ് അല്ല, EDP ട്രെയിനിങ് എന്ന് പറയും. അത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പറഞ്ഞ ഇപ്പൊ നിങ്ങളിപ്പോ പഠിപ്പിച്ചു തരുന്ന സാർ ഉണ്ടല്ലോ, അതുപോലെ ഈ ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് അവരുടെ നോളേജ് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ്. അപ്പോൾ ഈ പറഞ്ഞ EDP പറയുന്ന എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ട്രെയിനിങ് ആണ്. അതിൽ നിങ്ങളൊരു എന്റർപ്രൈനർഷിപ്പ് എങ്ങനെ കൊണ്ട് നടത്തണം, അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം, അതിന് എന്തൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അത് 2 ലക്ഷം വരെ നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ ആ ട്രെയിനിങ് വേണ്ട. 5 ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 5 ദിവസത്തെ ട്രെയിനിങ് മതി. 5 ലക്ഷത്തിൽ കൂടുതൽ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ പറഞ്ഞ 10 ദിവസത്തെ ട്രെയിനിങ് നടത്തൽ ചെയ്യാൻ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ തന്നെ ഒരു ഇംപ്രൂവേഷൻ സെന്ററിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. അത് ലോൺ എടുക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്തതിന് ശേഷമാണ് EDP. ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യും. 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ EDP ട്രെയിനിങ് കേട്ടു. അത് ആ ഖാദി ബോർഡിന്റെ ചിഹ്നം വെക്കണമെങ്കിൽ
അത് ഖാദി മാർക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ഖാദി ഇന്ത്യ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റുകൾക്കും ഖാദി തുണിത്തരങ്ങൾക്ക് ഖാദി ഇന്ത്യ എന്ന് മാർക്കും. അത് വേണമെങ്കിൽ നമ്മൾ ഖാദി കമ്മീഷനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വില്ലേജ് ഇൻഡസ്ട്രിയിൽ PMEGP ലോൺ എടുത്തവർക്കോ അല്ലെങ്കിൽ സ്ഫൂർത്തി എന്ന് പറഞ്ഞ വേറൊരു സ്കീമുണ്ട്. ആ സ്ഫൂർത്തി എന്ന് പറയുന്ന സ്കീം അത് എല്ലായിടത്തും നടപ്പിലാക്കാൻ പറ്റില്ല. 150 ഫാമിലിയെങ്കിലും ഒരേ തരത്തിലുള്ള എന്തെങ്കിലും ഒരു വ്യവസായം, ഒരേ ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ സപ്പോസ് കരിപ്പൂർ എന്ന് പറയുമ്പോൾ അവിടെ ക്ലസ്റ്ററായിട്ട് മുറുക്കിന്റെ ഒരു ക്ലസ്റ്റർ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹണിയുടെ ക്ലസ്റ്റർ. അങ്ങനെയുള്ള ക്ലസ്റ്ററിൽ അംഗമായിട്ടുള്ളവർക്കോ അവർക്ക് ഈ ചിഹ്നം കൊടുക്കാറ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഖാദി കമ്മീഷന്റെ PMEGP നേരിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു യൂണിറ്റിന്റെ ഉടമസ്ഥ നിങ്ങളുടെ പേരിന് ഉടമസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഖാദി പ്രോഡക്റ്റിന്റെ 1000 രൂപയെങ്കിലും ലോൺ എടുക്കണം. ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും ലോൺ 50,000 രൂപയെങ്കിലും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ പ്രോഡക്റ്റ് എത്രയാണെങ്കിലും നിങ്ങളുടെ സോപ്പിന്, കാരണം പ്യൂരിറ്റിയുടെ മാർക്കാണ് ഈ ഖാദി ഇന്ത്യ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അതിൽ ആലേപനം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ അനന്ത സാധ്യത എന്താണെന്നറിയോ? ഇന്ത്യയില് ലക്ഷക്കണക്കിന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട് ഖാദിയുടെ. ഇപ്പൊ ഞാനിപ്പോ ഈ ഖാദി ബന്ദർ നിർത്ത തുണിയാണ് ഡൽഹിയിൽ. അവിടെ പോയി നോക്കിയാൽ ഗ്രാമീണ മേഖലയിൽ ഉത്പാദിപ്പിച്ച ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഉത്പാദിപ്പിച്ച പല ആയിരക്കണക്കിന് 10,000-കണക്കിന് ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഖാദി ബോർഡുകളുണ്ട്, അതിന്റെ അണ്ടറിൽ സർവോദയ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാം. എയ്ഡഡ് ബൈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ആണെങ്കിൽ ബോർഡ്, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ, അതിൽ നമുക്ക് വെക്കാം. എയ്ഡഡ് ബൈ, അപ്രൂവ്ഡ് ബൈന്നോ അല്ലെങ്കിൽ ഖാദി പ്രൊഡക്റ്റ് ഒന്നും വെക്കാൻ പറ്റില്ല. അതുകൂടാതെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഖാദി മാർക്കോ ഖാദി മറ്റേ ഇന്ത്യയുടെ ലോഗോ, അതായത് അതിന്റെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലില്, ഡിസ്ട്രിക്ട് ലെവലില്, നാഷണൽ ലെവലില്, ഇന്റർനാഷണൽ ലെവലിലും ചില പ്രൊഡക്റ്റുകൾക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള എക്സിബിഷന് നമ്മൾ പങ്കെടുക്കാൻ പറ്റും. അത് ഈ ഖാദിയുടെ ഈ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. വാല്യൂ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ സെൻട്രൽ ഗവൺമെന്റ് വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. 580 രൂപയാണ് നമ്മുടെ ഇതിന്റെ ഫീസ്. ഇതാണ് ഇത് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത ഫീസ് ഗവൺമെന്റിൽ നമ്മൾ അടയ്ക്കും. പിന്നെ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. വേറെ ഒന്നും ചോദിക്കണ്ടോ? സംശയം ചോദിക്കണ്ടോ? ലോണിന്റെ കാര്യം എന്തെങ്കിലും ചോദിക്കണോ? PMEGP എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗ്രൂപ്പിൽ സാറിന് ഉൾപ്പെടുത്താത്ത എന്തറിയോ? ഉള്ളിൽ നിൽക്കുന്ന അത് ഞാൻ വേറെ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു ട്രെയിനിങ്ങിന് പോയി. അത് ഇവിടെ ദൂരത്തായിരുന്നു. അതെനിക്ക് തിരിച്ച് പാലക്കാട് വന്ന് കൊല്ലംകോട്. അതെ റെഡിയാവും. ശരിയാണ്, സോറി. നന്ദി പറയും. ബഹുമാനപ്പെട്ട രാമേന്ദ്ര സാറ്, ശ്രീനിവാസൻജി, നമ്മുടെ ഇതിന്റെ ക്ലീനിങ് ആൻഡ് പ്രൊഡക്റ്റിന്റെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഹാർമോൺ സാറ്, നമ്മളെല്ലാവരും